ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ തോട്ട് ഓഫ് ദി ഡേ, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫെയിൽ, ബി അഫ്രൈഡ് നോട്ട് ടു ട്രൈ എന്നതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ തോൽവിയെക്കുറിച്ച് ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ ട്രൈ ചെയ്തില്ല, നമ്മൾ ശ്രമിച്ചില്ല, നമ്മൾ പരിശ്രമിച്ചില്ല എന്നതിന് മാത്രം ഭയപ്പെടുക. അതായത് നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊരു ടെൻഷനാണ്, എപ്പോഴും കിട്ടുമോ കിട്ടുമോ കിട്ടുമോ. നമ്മളൊരു 4 to 5 months ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ തോറ്റു പോകുമോ, ഇത് നമുക്ക് കിട്ടത്തില്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഇത് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും നാളത്തെ അവസ്ഥ, എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ടെൻഷൻ. അപ്പൊ എന്താണ് ഫലത്തിൽ വരുന്നത്? നമുക്ക് നമ്മളെ 5 months നമുക്ക് കിട്ടിയാലും നമ്മുടെ മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഫിസിക്കലി നമുക്ക് ഇഷ്യൂസ് വരാം, മെന്റലി നമ്മൾ അത്ര സ്ട്രോങ് ആവത്തില്ല, എക്സാംസും നന്നായിട്ട് എഴുതാൻ പറ്റത്തില്ല. അതൊരു യൂസ് അല്ല. നമ്മൾ ഒരിക്കലും തോൽവിയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും വിജയമാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ നാളെ ഒരു പൊസിഷനിൽ എത്തും, നമുക്ക് നല്ലൊരു നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു ജോലിയിൽ നമ്മൾ എത്തിപ്പെടുന്നു. അതായിരിക്കണം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഓരോ ദിവസവും. അല്ലാതെ നമ്മൾ തോൽക്കുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പഠിക്കാൻ തോന്നത്തില്ല. നമ്മൾ വെറുതെ സമയം കളയുക എന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി അതൊരു ഫാക്ടർ ആകാം. പല എക്സാംസിനും ഇപ്പം നമ്മൾ 99% ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും പറഞ്ഞാലും 1% എപ്പോഴും ഭാഗ്യത്തിന്റെ ഒരു കണികയാണ്. ഭാഗ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സാം എഴുതുന്ന ദിവസം നമുക്ക് മെന്റലി എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി നമുക്ക് വയ്യാണ്ടിരിക്കാം, മേ ബി ടെക്നിക്കൽ ഇഷ്യൂസ്. ഓൺലൈൻ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. മേ ബി അതിന്റെ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ 1%ത്തിന്റെ ഒരു ഭാഗ്യക്കുറവ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ 99% നമ്മൾ കഷ്ടപ്പെട്ടു എന്നുള്ളൊരു എന്താ പറയാ ആത്മസംതൃപ്തി നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ ട്രൈ ചെയ്തു നമ്മുടെ മാക്സിമം. നെക്സ്റ്റ് ചാൻസ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അതേ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ നമുക്ക് എക്സാം എഴുതാം. ലാസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചാൻസസ് നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നീട് ഒരിക്കൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കത് അന്ന് കിട്ടിയില്ല, കുറച്ചുകൂടെ ട്രൈ ചെയ്യാതിരുന്നു എന്നൊരു ചിന്ത നമുക്ക് വരില്ല. കാരണം നമ്മൾ മാക്സിമം നമ്മളിട്ട് ചെയ്തു. മേ ബി ആ ഒരു പോയിന്റ് ശതമാനത്തിന്റെ 1%ത്തിന്റെ ബേസ് നമ്മൾ കിട്ടിയില്ല, അതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും തോൽവിയെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വിജയമായിരിക്കണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തോറ്റു പോകും അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കാര്യത്തിൽ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും മറ്റുള്ള എന്നൊക്കെ ചിന്താഗതിയിൽ വരുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ പോലും കറക്റ്റ് ട്രാക്കിൽ വരില്ല. 5 മാസവും നമ്മൾ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഏതൊരു സെക്കൻഡ് നമ്മുടെ മനസ്സും ഭയങ്കരമായിട്ട് മെന്റലി നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. മറ്റ് ഫാക്ടേഴ്സ് ആയിരിക്കാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പല ഫാക്ടേഴ്സും നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നെ മെന്റലി ഒരു സ്ട്രെസ് വരാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ എൻകറേജ് ചെയ്ത് നെക്സ്റ്റ് ചെയ്ത് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി ഞാനിത് വിജയിക്കും, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തോൽവിയെക്കുറിച്ച് ആലോചിക്കില്ല, നമ്മൾ വിജയത്തെക്കുറിച്ച് മാത്രമേ ആലോചിക്കത്തുള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ 100% അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ഏതൊരു എക്സാമിനും നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ആ 1%ത്തിന്റെ ബേസിൽ നമുക്ക് പറയാം, അത് നമ്മൾ ആരുടെയും കയ്യിലല്ല. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാം. അതെപ്പോഴും ഓർക്കുക, തോൽവിയെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ഭയപ്പെടരുത്. പക്ഷെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തില്ലല്ലോ എന്നും നമ്മൾ എപ്പോഴും ഭയപ്പെടണം. എപ്പോഴും നമ്മൾ ധൈര്യത്തോടു കൂടി പറയണം, ഞാൻ എൻ്റെ 100% ചെയ്തു, അതിനുശേഷം എനിക്ക് കിട്ടിയില്ല, ഓക്കെ ദാറ്റ്സ് വെയിറ്റ് എന്ന് ഫെയ്റ്റ് എന്ന് നമ്മൾ പറയും. അത്രമാത്രം ചിന്തിക്കുക. എല്ലാവരും ഈ ഒരു ചിന്താഗതിയോടുകൂടി ഇനിയുള്ള ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഒലീവ് ബോർഡ് മെയ് 18th-നും 19th-നും കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് അത് ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എമൗണ്ടിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഒരു DI ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ബാർ ഗ്രാഫ് ഷോസ് ദ പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ഔട്ട് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് ആണ് ഓരോ കമ്പനിയുടെയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പ്രിന്റേഴ്സ് മാനുഫാക്ചർഡ് ബൈ ബി ടു ഇ, ബിയും ഇയും തമ്മിലുള്ള റേഷ്യോ 16:7 ആണ്, ദെൻ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ബൈ കമ്പനി ഇ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ഓർ ലെസ് ദാൻ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ബൈ ബി. അത് ശ്രദ്ധിക്കണം. പെർസെന്റേജ് ഓഫ് നമ്പർ ഓഫ് പ്രിന്റേഴ്സ്, ഇപ്പം ഞാൻ ആദ്യം ഏതെടുക്കുന്നത്, ബി എടുക്കാം നമുക്ക്. നമ്പർ ഓഫ് പ്രിന്റേഴ്സ് ബൈ ടോട്ടൽ എന്ന് പറയുന്നതാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? ബിനെ സംബന്ധിച്ചിടത്തോളം അത് 28% ആണ്. ഓക്കെ, അതിൽ ടോട്ടൽ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രിന്റേഴ്സ് 16 ഇതാണ്. അതിന്റെ നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 16x എന്നോ, ഓക്കെ 16 × 28% എന്ന് എടുക്കാം. നെക്സ്റ്റ് ഇ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7x മൾട്ടിപ്ലൈഡ് വിത്ത് ഇനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 80% ആയിരിക്കും. ഓക്കെ,
സോ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് അല്ലേ, അപ്പോൾ 28/100 വരും. 16x + 28/100 വരും. സോ ഇത് അങ്ങനെ തന്നെ എടുക്കാം, കാരണം പോയിന്റ് വെച്ചെടുക്കും. 6 8 6 48 4 4 4, അതായത് 4.48 വരും. 4.48 ഇവിടെയാണെന്നുണ്ടെങ്കിൽ 80/100 വരും, അതായത് 5.6x. ഇവിടെ ഒരു എക്സ് ഉണ്ട്, എക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ എത്രയാണ്? മോർ ഓർ ലെസ് ദാൻ നമ്പർ ഓഫ്, ഓക്കെ, അതാകുമ്പോൾ 5.x മൈനസ് 5.x മൈനസ് 4.48 1.12 ഡിവൈഡഡ് ബൈ, കമ്പയർ ചെയ്യുന്നത് ബി യു ആയിട്ടാണ്. സോ ബിയുടെ 4.48 മൾട്ടിപ്ലൈഡ് വിത്ത് 100. സോ ഇതെന്ന് പറയുന്നത് 1/4 ആണ്. സോ അതായത് 1.12 മൾട്ടിപ്ലൈഡ് വിത്ത് 4 ആണെന്ന് പറയുന്നത് 4.48. സോ 1/4 × 100, 1/4 എന്ന് പറയുന്നത് 25%. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് പ്രിന്റേഴ്സ് സോൾഡ് ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രിന്റേഴ്സ് ആണ്. സോ അത് തന്നെ നമ്മൾ എടുത്തിട്ട് കൺഫ്യൂഷൻ ആവാതെ വേണം ചെയ്യാൻ. സോ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റിനെ പറയുന്നു ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ഓക്കെ, അപ്പം ഞാൻ ബി സി എടുത്തു. ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഇ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. ഇ എന്ന് പറയുന്നത്, സോ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്നു. ഇ ഡി പാരലൽ ടു എ സി ആണ്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ? ട്രയാങ്കിൾ ബി ഡി ഇ. സോ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടാവും. ഇയും ഡിയും അവരവരുടെ സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ്. വരയ്ക്കുന്ന ലൈൻ ഇ ഡി, ആ ഇ ഡി പാരലൽ ടു എ സി ആണെന്നുണ്ടെങ്കിൽ ഇ ഡി എ സി എന്ന് പറയുന്നത് 2ED ആയിരിക്കും. അതായത് ഇ ഡിയുടെ ലെങ്ത് എത്രയാണോ അതിന്റെ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും എ സിയുടെ ലെങ്ത് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി എന്ന് പറയുന്ന സിമിലാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എ സി ബൈ ഡി ഇ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. എ സി എന്ന് പറയുന്നത് 2ED ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എത്ര വരും? 4:1 വരും. നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ എന്ന് പറയുന്നത് ബി ഡി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ 56/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 cm² ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, മിഡ് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ അതെന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ലൈൻ അതിന്റെ 2 ഇരട്ടി ആയിരിക്കും ട്രയാങ്കിളിന്റെ കേസിൽ വരുമ്പോൾ. ആ പ്രോപ്പർട്ടി മനസ്സിലാക്കുക. പിന്നെ സിമിലാരിറ്റി പ്രോപ്പർട്ടി, റേഷ്യോ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. There is a fraction such that 9 added to denominator, അതായത് ഡിനോമിനേറ്ററിലോട്ട് 9 ആഡ് ചെയ്യുമ്പോൾ 1/3 കിട്ടും. ന്യൂമറേറ്ററിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1/2 കിട്ടും. അത് ഫ്രാക്ഷൻസ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ എടുക്കാം. മേ ബി അതൊരു വാല്യൂവിൽ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഈസി അത് തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് 1ൽ 9 നമ്മൾ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്താൽ 7/21 കിട്ടും. ഇത് 1/3 ആണല്ലോ. നെക്സ്റ്റ് 1 is subtracted from the numerator, so 6/12, അത് 1/2 ആണ്. സോ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫസ്റ്റ് 1 മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് നോക്കിക്കോളൂ. സെക്കൻഡിൽ 6/19 വരും. അപ്പോൾ 19 എന്തായാലും വരുന്നത്. നെക്സ്റ്റ് 7/22 അതും വരത്തില്ല. 8/20 അതും വരത്തില്ല. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡയറക്ട്ലി ഓപ്ഷൻസിൽ തന്നെ കൊടുത്താൽ മതി, ഇക്വേഷൻ ചെയ്ത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. What will be the ratio of interior angles of regular polygon having 16 sides and 12 sides? So interior angles in the equation, interior angles n-2 multiplied with 180 by n. Interior angles, അതായത് sum of interior angles n-2 into 180. ഓരോന്ന് n-2 180 by n. സോ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 - 2 multiplied with 180 by 16 is 2. 12 - 2 multiplied with 180 by 12 വരും. സോ 180 ക്യാൻസൽ ആയി. ഇവിടെ എന്ത് വരും? 14/16 വരും. 10/12 വരും. 7/8, അതുപോലെ 5/6. സോ 6 8 46 വരുമ്പോൾ 42 is to 40 വരും. is equal to 21 is to 20. സോ ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. പൈപ്പ് എ ആൻഡ് ബി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 18 hours. സോ എ എടുക്കുന്നത് 18 hours ആണ്. അതുപോലെ ബി എടുക്കുന്നത് 24 hours ആണ്. Find the time taken by both pipes together to fill 1/4 of the tank is already filled. അതാണ് 18 14 എടുത്താൽ 72 LCM. എയുടെ എഫിഷ്യൻസി 4, അതുപോലെ ബിയുടെ എഫിഷ്യൻസി 3 വരും.
സോ 1/4 എന്ന് പറയുന്ന ടാങ്ക് ഓൾറെഡി ഫില്ലാണ്. അതായത് 72ന്റെ 1/4 എന്ന് പറയുമ്പോൾ 18 ഭാഗം ഓൾറെഡി ഫില്ലാണ്. സോ റിമൈനിങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 to 5 ആയിരിക്കും. ഇത്രയും ഫില്ല് ചെയ്യേണ്ടത് 4 + 3 7 ആണ്. 3 hours ആയിരിക്കും എടുക്കുക. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 5 types of marbles in numbers 36, 189, 54, 99 and 297 are to be put in jars. So each jar containing only one type of marble and the number of marbles in each jar begins same. So find the least number of boxes required for packing. So 36 എന്ന് പറയുന്നത് 9 into 4 ആണ്. അതായത് 3 square multiplied with 2 square. 189 എന്ന് പറയുന്നത് 7 into 7 2s are 14. അപ്പോൾ 7 into 2s are 14. 27. അതായത് 27 എന്ന് പറയുന്നത് 3 cube ആണ്. സോ 3 cube multiplied with 7 വരും. നെക്സ്റ്റ് 54 എന്ന് പറഞ്ഞാൽ 9 into 6 വരും. 9 into 6 വരും. സോ 3 square 9 into 6 എന്ന് പറയുമ്പോൾ 9 into 2 into 3 അപ്പോൾ 27. 27 into 2 വരും. നെക്സ്റ്റ് 99 എന്ന് പറയുന്നത് 3 square into 11. അതുപോലെ 297 എന്ന് പറയുന്നത് 9 multiplied with 27 33 ആണ്. 3 square 3 raised to 4 into 11. സോറി 3 square അല്ല 3 cube. 3 cube into 27. സോ ഇതിൻ്റെയൊക്കെ HCF ആണ് നമ്മളിവിടെ എടുക്കുന്നത്. HCF ലിസ്റ്റ് നമ്പർ ഓഫ് ബോക്സസ് അല്ലേ ചോദിച്ചത്. സോ HCF എന്ന് പറയുന്നത് 3 square അപ്പോൾ എല്ലായിടത്തും 3 square കോമൺ ആണ്. സോ 9 ആയിരിക്കും HCF എന്ന് പറയുന്നത്. പക്ഷെ 9 ആയിരിക്കും ഇല്ല. തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ഈച്ച് ജാർ ബിഗിൻ ദ സെയിം. സോ 36/9 പ്ലസ് 180 അതായത് ഓരോ വാല്യൂ 9 വെച്ച് അതിന്റെ HCF വെച്ച് ഡിവൈഡ് ചെയ്യുക, അത്ര ആഡ് ചെയ്യുക. 54/9 പ്ലസ് 99/9 പ്ലസ് 297/9. സോ ഇത് എത്ര വരും? 36/9 എന്ന് പറയുന്നത് 4 plus 21. 4 plus 21. Okay. 4 plus 21. 6 plus 11 plus 33. 25, 31, 41, 45. 45 plus 33. 25, 6, 31, 41, 41, 42. Sorry, 42 ആണ്. 45 അല്ല 42. Okay. 42 plus 33 എന്ന് പറയുന്നത് 75. സോ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 circular objects of radius 13 cm are kept touching each other. The string is tightly tied around the 3 circular objects. What is the length of the string? Directly ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് 2πr plus 6r. സോ ഇവിടെ r 13 ആണ്. സോ 26π plus 13 into 6 78. സോ ഇതായിരിക്കും ആൻസർ. ഇനി അതല്ല ഇതിന്റെ ഒരു പ്രൂഫ് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രിങ്ങിന് നമ്മൾ വളരെ ടൈറ്റ് ആയിട്ട് സ്ട്രിങ് ഹൈലി ടൈഡ് ആയിട്ടാണ് ടൈ ചെയ്തിരിക്കുന്നത് അല്ലെ, സ്ട്രിങ് ചെയ്തിരിക്കുന്നത് ടൈറ്റ് ആയിട്ട് അതൊരു ലൈനായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതുപോലെ സെന്ററിലോട്ട് വരയ്ക്കുന്നു, ഇതൊരു 90 ഡിഗ്രി ആയിരിക്കും. ടാൻജന്റ് പോലെ അത് 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് വരയ്ക്കുമ്പോൾ എന്താ, അതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി ആയിരിക്കും. ഈ ഭാഗത്തോട്ടും 90 ഡിഗ്രി, അതുപോലെ തന്നെ ഇവിടെ 90 ഡിഗ്രി, ഈ സൈഡ് 90, ഈ സൈഡും 90. സോ എല്ലാ സൈഡും 90 ഡിഗ്രി. സെന്ററിലോട്ടാണ് വരയ്ക്കുന്നത്, സെന്ററിൽ നിന്ന് ടാൻജന്റിലോട്ട് വരയ്ക്കും. ഇത് ഞാനൊരു 6 റേഡിയസ് ഇവിടെ, 6 ഇവിടെ, 6 റേഡിയസ് ഇവിടെ. സോ പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഈ ലെങ്ത് 2r എന്ന് കിട്ടും ആണല്ലോ, കാരണം പാരലൽ ആയിട്ട് പോകുന്ന ലൈനാണ്. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും അപ്പുറത്ത്, ഇതും 2r ആയിരിക്കും, ഇതും 2r ആയിരിക്കും. ഈ ലെങ്ത് 2r, സോറി ഈ ലെങ്ത് 2r ആയിരിക്കും, ലെങ്ത് 2r, അത്രയും കിട്ടി. സോ 2r plus 2r, ആ ഒരു സൈഡ് എന്താണ് 2r plus 2r, അതാണ് 6r എന്ന് കിട്ടുന്നത്. ഓക്കെ, അത്രയും കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഇതൊരു റെക്ടാങ്കുലർ ട്രയാങ്കിൾ ആണ്, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ആണ്. അപ്പോൾ ഇത് 180, 60, 240. അപ്പോൾ ഇത്രയും ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആണ്. സോ 120 by 360 into 2πr എന്ന് പറയുന്നതായിരിക്കും ഇത്രയും ഭാഗത്തിന്റെ ലെങ്ത് ഓഫ് ആർക്ക്. ലെങ്ത് ഓഫ് ആർക്കിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. θ/360 into എന്താണ് 2πr ആയിരിക്കും. സോ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്,
2πr മൾട്ടിപ്ലൈഡ് ബൈ ബൈ 3 ആണ്. ഇത് എത്ര എണ്ണം ഉണ്ട്? ഒന്നുണ്ട്, അതുപോലെ തന്നെ രണ്ടുണ്ട്, മൂന്നാമത്തെ ഭാഗമുണ്ട്. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആയിരിക്കും. സോ എത്രയാണ്? 2πr ആണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2πr. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് എന്ന് പറയുന്നത് 2πr പ്ലസ് 6r ആയിരിക്കും. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ, നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നമ്മളത് പെട്ടെന്ന് മറന്നു പോയി, ഇക്വേഷൻ നമുക്ക് ഒരു രീതിയിലും കിട്ടുന്നില്ല, മൈൻഡിൽ ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിഗർ വരച്ചാൽ തന്നെ അതിൽ നിന്ന് മനസ്സിലായി നമ്മൾ ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. അത്ര ടൈം എടുക്കത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ഫാൻ വിത്ത് ഡിസ്കൗണ്ട് 60% റുപ്പീസ് എക്സ്. അതുപോലെ തന്നെ രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള സെല്ലിംഗ് പ്രൈസ് വൈ ആണ്. വൈ മൈനസ് എക്സ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ മാർക്ക്ഡ് പ്രൈസ്. സോ എക്സിന് ഞാനിപ്പോൾ ഒരു മാർക്ക്ഡ് പ്രൈസ് 100 എന്നാണ് എടുക്കുന്നത്. ഫസ്റ്റ് വണ്ണിലെ സെല്ലിംഗ് പ്രൈസ് 60% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 40 ആണ്, അതായത് എക്സിന്റെ വാല്യൂ 40 ആണ് അവിടെ. നെക്സ്റ്റ് ഞാൻ നോക്കുവാണ്, നെക്സ്റ്റ് സക്സസീവ് ഡിസ്കൗണ്ട് ആണല്ലോ. സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 40 മൈനസ് 20 പ്ലസ് 800 ബൈ 100 വരും, അതായത് മൈനസ് 60 പ്ലസ് 8 വരും, മൈനസ് 52 വരും. അതായത് 100 ആണ് മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 48 വരും. ഓക്കെ, ഇതാണ് വൈ എന്ന് പറയുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. സോ എക്സ് മൈനസ് വൈയുടെ വാല്യൂ ഇവിടെ, വൈ മൈനസ് എക്സ് ആണ്. വൈ മൈനസ് എക്സിന്റെ വാല്യൂ ഇവിടെ 8 ആണ്. സോ ഈ 8 ആണ് നമുക്ക് തന്നിരിക്കുന്ന 136. ചോദിച്ചിരിക്കുന്നത് 100 എത്രയാണ്, അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 136 ബൈ 8 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആണ്. സോ ഇത് 8 ones are 8, 1700 റുപ്പീസ് ആയിരിക്കും മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ 100 എടുത്ത് ചെയ്യണം പെട്ടെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇക്വേഷൻ എക്സ് കൊടുത്ത് പിന്നെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ച്, അതിന് എളുപ്പം കുറച്ചുകൂടെ 100 വെച്ച് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A person buys a article for rupees 2000. So cost price എന്ന് പറയുന്നത് 2000 മാത്രമല്ല, അതിന്റെ കൂടെ റിപ്പയറിന് വേണ്ടി എടുത്ത 400 കൂടി എടുക്കണം. ഓക്കെ, ഇത്ര റുപ്പീസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3000 റുപ്പീസ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു 600 ഡിഫറൻസ് ബൈ കോസ്റ്റ് പ്രൈസ് 2400 ഇൻറ്റു 100 ആണ്. സോ ഇത് 1/4% വരും, അതായത് 25%. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Simplify x cube plus y cube by x square minus xy plus y square. ഓൾറെഡി algebraic ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. a cube plus b cube എന്ന് പറയുന്നത് a plus b into a square minus ab plus b square. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും ആ രണ്ട് ടേം ക്യാൻസൽ ആയി പോകും. സോ ബാലൻസ് എന്തുണ്ട്? x plus y. സോ അതായിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 9m square plus 1 by m square, അതായത് 3m the whole square plus 1 by m square എന്ന് പറയുന്നത് 58 ആണ്. സോ ഇതെന്ന് പറയുന്നത് 3m plus 1 by m the whole square minus 6 എന്ന് പറയുന്നതാണ് 58. അതായത് 3m plus 1 by m എന്ന് പറയുന്നത് എത്രയായിരിക്കും? 64 വരും, അതിൻ്റെ റൂട്ട് 8 വരും. സോ റൂട്ട് 8 വരും. 58 plus 6 എത്രയാണ്? 64 ആണ്. 64ന്റെ റൂട്ട് 8 വരും. 3m plus 1 by m. സോ ഇതിന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 27m cube plus 1 by m cube plus 3 into 9 into 8 72. 8512. സോ ഇത് 27m cube plus 1 by m cube is equal to 04440 വരും. ഇനി വേറൊരു രീതിയിൽ, അത് 440 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ ചിന്തിക്കാം. നമ്മൾ ഇവിടെ 3m plus 1 by m the whole square is equal to root of 64 എന്നൊരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ. അതല്ലാതെ റൂട്ട് ഓഫ് 64 എന്ന് പറയുന്നത് -8 ആകാം, അല്ലെ? ഇതിനെ നമ്മൾ ക്യൂബ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കാമല്ലോ. ഹോൾ ക്യൂബ് പ്ലസ് 1 by m ക്യൂബ് പ്ലസ് 72 എന്ന് പറയുന്നത് -512 കിട്ടും. സോ പക്ഷെ എന്താണ് ആൻസർ? എന്താണ്? 27m cube plus 1 by m cube എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. നെഗറ്റീവ് വാല്യൂ ആയിട്ടൊരു ആൻസർ ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുത്ത് 440 കിട്ടി. കാരണം നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് ചാൻസസ് വരാം. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവണം വാല്യൂ ഗ്രേറ്റർ ദാൻ, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സോ നമുക്ക് 58 plus 6 64ന്റെ റൂട്ട് നമുക്ക് എടുക്കുമ്പോൾ -8 plus 8 വെച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 440 ആണ്, കാരണം നമുക്ക് നെഗറ്റീവ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.
A man gives 3 parts of his money to his daughter, remaining 5 parts to it. അതായത് ടോട്ടൽ 8 പാർട്സ് ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് മണി ഡസ് ഹിസ് ഡോട്ടർ ആൻഡ് സൺ റിസീവ്? ഡോട്ടറിനാണെങ്കിൽ 3/8 ഇൻറ്റു 100 ആയിരിക്കും. സണ്ണിനാണെങ്കിൽ 5/8 ഇൻറ്റു 100 ആണ്. അപ്പോൾ 1/8ൻ്റെ വാല്യൂ നമുക്ക് 1/4ൻ്റെ ഹാഫ് ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 24 ഹാഫ് 12.5. അപ്പോൾ 12.5 മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? 3 ആയിരിക്കും. സോ 5 3s are 15, 7 37.5 ആയിരിക്കും ഏത് വാല്യൂ? ഡോക്ടറിന് കിട്ടിയ വാല്യൂ. ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതല്ല ഇനിയിപ്പം 12.5% മൾട്ടിപ്ലൈഡ് വിത്ത് 5 എത്രയാണ്? 62.5. ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആകെ 37.5 എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ അത് തന്നെയായിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഒരു അക്യൂട്ട് ആംഗിൾ ആണ്, കോസ് എ തന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് സൈൻ എ. സോ സൈൻ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എ, അതായത് 36/85ന്റെ സ്ക്വയർ, അതായത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. അതേ പ്രോപ്പർട്ടി. സോ റൂട്ടിൽ തന്നെ കിടക്കട്ടെ. ഇത് 85 സ്ക്വയർ മൈനസ് 36 സ്ക്വയർ എന്നാവും, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ പ്ലസ് ബി 121 മൾട്ടിപ്ലൈഡ് വിത്ത് 6 9 449/85ന്റെ സ്ക്വയർ 85 ഇൻറ്റു 85. സോ ഇത് റൂട്ടിൻ്റെ പുറത്തെടുത്ത 11 ഇൻറ്റു 7/85 ദാറ്റ് ഈസ് ഈക്വൽ ടു 77/85 എന്ന് വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The average expenditure of Logesh for first 3 months 1600 per month. നെക്സ്റ്റ് 4 month 1540. അതായത് എക്സ്പെൻഡിച്ചർ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് എക്സ്പെൻഡിച്ചർ ആണല്ലോ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 3 month എടുത്തു കഴിഞ്ഞാൽ 4800 ഉണ്ട്. അതുപോലെ തന്നെ 4 എടുത്തു കഴിഞ്ഞാൽ 1550 ഇൻറ്റു 4 5 4s are 20 2 വരും 6 വരും. നെക്സ്റ്റ് അപ്പോൾ ഇത്രയും കിട്ടി. ഇത്രയും കിട്ടുമ്പോൾ ബാക്കി വാല്യൂ 0080. ഇത് എത്ര നാളത്തേക്കാണ്? 4ഉം 3ഉം 7 മന്ത്സിലോട്ട് എക്സ്പെൻഡിച്ചർ ഇത്രയും. ഹോൾ ഇയറിലുള്ള സേവിങ്സ് 5200. ആവറേജ് മന്ത്ലി ഇൻകം ലോകേഷിന്റെ. അപ്പം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 2100 മൾട്ടിപ്ലൈഡ് വിത്ത് 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25,200 ആണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ലാസ്റ്റ് 5 months. അപ്പം ലാസ്റ്റ് 5 months. അപ്പോൾ ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടി, ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടി, സേവിങ്സ് കിട്ടി. സോ നമുക്ക് കണ്ടുപിടിക്കണം ഫൈൻഡ് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ഫസ്റ്റ് ലാസ്റ്റ് 5 months. സോ ആവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ 5 monthന്റെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നുള്ളത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോർ 5 months. നമുക്ക് തന്നിരിക്കുന്നതിൽ ആകെ 7 മാസത്തെ എക്സ്പെൻഡിച്ചർ നമുക്ക് തന്നിട്ടുള്ളൂ. ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. അപ്പം ആ ഇൻകത്തിൽ നിന്നും ടോട്ടൽ സേവിങ്സ് ഫോർ ദ ഓൾ ഇയർ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000 ആണ്. അതായത് ആ ഇൻകത്തിൽ നിന്നും ഫുൾ ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് സേവിങ്സ് മൈനസ് ചെയ്താൽ പിന്നെയുള്ള എക്സ്പെൻഡിച്ചർ, അതായത് 20,000 ആണ് പിന്നെയുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആ 20,000 എക്സ്പെൻഡിച്ചറിൽ നിന്നും ആ 7 മാസത്തെ എക്സ്പെൻഡിച്ചർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9,000 കിട്ടും. സോ നമുക്ക് ആവറേജ് എക്സ്പെൻഡിച്ചർ ആ 5 മാസത്തെ എത്രയായിരിക്കും? 9,000 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. ദാറ്റ് ഈസ് ₹1800. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. ഇത് കാൽക്കുലേഷൻ വൈസ് സിമ്പിൾ ആണ്, പക്ഷെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. കാരണം എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്, സേവിങ്സും തന്നിട്ടുണ്ട്, ഇൻകവും തന്നിട്ടുണ്ട്. അതാണ് അതിനകത്തെ പ്രശ്നം. നമുക്ക് ആദ്യമേ തന്നിരിക്കുന്നത് 3 മാസത്തെ എക്സ്പെൻഡിച്ചർ, പിന്നെ ഒരു 4 മാസത്തെ എക്സ്പെൻഡിച്ചർ, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സേവിങ്സ് ആണ്. അപ്പോൾ 3 മാസത്തെ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എടുത്തു, 4 മാസത്തെ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എടുത്തു, രണ്ട് നമുക്ക് കിട്ടുന്ന 7 മാസത്തെ ഫുൾ എക്സ്പെൻഡിച്ചർ ആണ് ആദ്യം നമുക്ക് കിട്ടിയ 11,000 rupees എന്ന് പറയുന്നത് ടോട്ടൽ ആ 7 മാസത്തെ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ സേവിങ്സ് നമുക്ക് കിട്ടി. ടോട്ടൽ ഇൻകം നമ്മളോട് ആവറേജ് മന്ത്ലി ഇൻകം തന്നിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 25,200 rupees നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ സേവിങ്സ് ആണ് 5,200. അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. അതായത് 7 മാസം. അപ്പോൾ ടോട്ടൽ 12 മാസത്തെ എക്സ്പെൻഡിച്ചർ കിട്ടി. ഇനി 7 മാസം എക്സ്പെൻഡിച്ചർ ഓൾറെഡി നമുക്ക് അറിയാം, അത് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 5 മാസത്തെ എക്സ്പെൻഡിച്ചർ ആയിരിക്കും കിട്ടുന്നത്. അതേ ബൈ 5 ചെയ്താൽ ആവറേജ് എക്സ്പെൻഡിച്ചർ ഫോർ ദ ലാസ്റ്റ് 5 months നമുക്ക് ലഭിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
X and Y can complete a task. X plus Y 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. Y plus Z 15 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. X is 3 times as fast as Z. So ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 30 എടുക്കുകയാണ്. X plus Y efficiency 3. Y plus Z efficiency 2. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് X by Y is equal to 3/1. Sorry, 3:1 എന്നാണ് തന്നിരിക്കുന്നത്. സോ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന x plus y equal to 3, അതിനകത്ത് x equal to 3y എന്ന് കൊടുത്താൽ x plus y equal to 3 അല്ലേ, സോറി x is to y അല്ലേ, x is to z. ഓക്കെ, സോ x equal to 3z എന്ന് കിട്ടും. സോ 3z plus y എന്ന് പറയുന്നത് 3 എന്ന് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് y plus z എന്ന് പറയുന്നത് 2 എന്ന് എടുക്കാം. സോ ഇത് മൈനസ് ചെയ്യുമ്പോൾ 2z is equal to 1 കിട്ടും. z is equal to 1/2 എന്ന് കിട്ടും. y യുടെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ z 1/2 കിട്ടി. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2/2, അതായത് 3/2 കിട്ടും. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 30 ഡിവൈഡഡ് ബൈ 3/2 ആണ്, അതായത് 60/3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഒരു രീതിയിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓർ എക്സ് പ്ലസ് വൈ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സ് പ്ലസ് വൈ 3 ഞാൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ y പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 15 ഞാൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പം ഞാൻ 1/x ഇതേ കാര്യം തന്നെ 1/x എന്ന് പറയുന്നത് ഓക്കെ 1/x പ്ലസ് 1/y ഇസ് ഈക്വൽ ടു 1/10. അതുപോലെ 1/y പ്ലസ് 1/z എന്ന് പറയുന്നത് 1/15 ആണ്. സോ ഇത് രണ്ട് മൈനസ് ചെയ്യുക, രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യുമ്പോൾ 1/x മൈനസ് 1/z എന്നുള്ളത് 1/30 നമുക്ക് കിട്ടും. ആ 1/x മൈനസ് 1/s റേഷ്യോ 3:1 ആണ്. അപ്പോൾ ഡേയ്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? x മൈനസ് 1/3x. നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ടല്ലോ 3:1 എന്ന്. അപ്പോൾ ഡേയ്സ് 1:3 ആയിരിക്കും. സോ ഇത് 2/3x ഈക്വൽ ടു 1/30 എന്ന് കിട്ടും. x ഈക്വൽ ടു 20 എന്ന് കിട്ടും. സോ y എടുത്തിരിക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് x ആണ്, അതിന്റെ ആൻസർ 20 ആയിരിക്കും, 20 ഡേയ്സ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് 1 മൈനസ് ഓക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് cos 30 √3/2. സോ 3/4 വരും. tan 45 1 ആണ്. tan 68 ഇവിടെ കുറച്ച് വലിയ വാല്യൂ കിടക്കുന്നുണ്ട്. cot 428. സോ cot 428 നമുക്ക് cot 360 പ്ലസ് 68 എന്ന് എടുക്കാം. അതായത് cot 2π പ്ലസ് തീറ്റ എന്നുള്ള രീതിയിൽ വരും അല്ലെ. cot 2π പ്ലസ് തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, എല്ലാം പോസിറ്റീവ് ആണ്. സോ ഇവിടെ cot 68 തന്നെ വരും. cot 68 is same as tan, സോറി അതിവിടെ ആവശ്യമില്ല. സോ cot 68 തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 മൈനസ് tan 68 cot 68 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ 1 മൈനസ് sin 60 √3/2 ഈക്വൽ ടു 1/4 മൈനസ് 1 മൈനസ് 3/4, അതായത് മൈനസ് 1/2 മൈനസ് 1 വരും. മൈനസ് 3/2 ഇസ് ഈക്വൽ ടു മൈനസ് 1.5 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. രണ്ട് സ്റ്റേഷൻസ് ഉണ്ട് 550 കിലോമീറ്റർ അപ്പാർട്ട്. ഞാൻ എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, ബി എന്ന് പറഞ്ഞ സ്റ്റേഷൻ, അതിൽ എ എന്ന് പറഞ്ഞ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 550 കിലോമീറ്റർ ആണ്. എ എന്ന സ്റ്റേഷനിൽ 8 AM ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, 50 km/h സ്പീഡിലാണ് ഒരു പ്ലാറ്റ്ഫോം. അതായത് ട്രെയിൻ ബി അതുപോലെ തന്നെ എയിലോട്ട് ട്രാവൽ ചെയ്യുന്ന വേറൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു 10 AM സ്പീഡ് എന്ന് പറയുന്നത് 40 km/h. സോ ഈ ട്രെയിൻ മീറ്റ് ചെയ്യുന്ന ടൈമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മൾ എടുക്കുകയാണ്, ഇപ്പൊ ഇവിടെ 8 മണിക്കൂർ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന പോയിന്റ്, അവിടെ 10 മണിക്കേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എത്ര മണിക്കൂർ? 2 മണിക്കൂർ വ്യത്യാസമുണ്ട് അല്ലെ. ആ 2 മണിക്കൂർ വ്യത്യാസത്തിൽ എ എന്ന് പറയുന്ന ട്രെയിൻ എവിടെ എത്തിക്കാണും, എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കാണും, അല്ലെ എത്ര ഡിസ്റ്റൻസ് റൺ ചെയ്ത് കാണും. അതായത് ഒരു അവറിൽ 50 കിലോമീറ്റർ തന്നിട്ടുണ്ട്, അപ്പോൾ 2 മണിക്കൂറിൽ 100 കിലോമീറ്റർ. അപ്പൊ 100 കിലോമീറ്റർ സഞ്ചരിച്ചു, 100 കിലോമീറ്റർ സഞ്ചരിച്ചു. സോ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 550 മൈനസ് 100 ആയിരിക്കും, അതായത് 450 ആയിരിക്കും. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിലാണ് പിന്നെ റിലേറ്റീവ് സ്പീഡ് ആപ്ലിക്കബിൾ. സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 450 ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്പീഡ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യാണ് 50 പ്ലസ് 40 90. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അവർ.
തന്നിരിക്കുന്ന ടൈം, തന്നിരിക്കുന്ന സമയം. അപ്പോൾ അതായത് നമുക്ക് 10 AM കൂടി 5 അവർ കൂട്ടുവാണ് 15 അവർ ആയിരിക്കും കിട്ടുന്നത്. 15 അവർ എന്ന് പറഞ്ഞാൽ 3 PM. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കണം, 550 കിലോമീറ്റർ അല്ല ഇവിടെ ഡിസ്റ്റൻസ് എടുക്കുന്നത്. കാരണം റിലേറ്റീവ് സ്പീഡ് ആപ്ലിക്കബിൾ വരുന്നത് എ എന്ന് പറയുന്ന കുറച്ച് നേരത്തെ ട്രാവൽ ചെയ്തു. അപ്പോൾ 10 മണിക്ക് ബി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ആ 2 മണിക്കൂർ കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അത് മാറ്റിയിട്ട് വേണം ബാക്കി ഡിസ്റ്റൻസിനാണ് റിലേറ്റീവ് സ്പീഡ് നമ്മൾ എടുക്കുന്നത്. A container contains 120 liters of milk. 12 ലിറ്റർ മിൽക്ക് എടുക്കുന്നു. അത് വീണ്ടും റിപ്ലേസ് ചെയ്യുന്നു ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വെച്ച്. ഓപ്പറേഷൻ 2 തവണ കൂടി, അതായത് മൊത്തം 3 തവണ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, സോ മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും, ഫൈനൽ എന്ന് പറയുന്നത് ഇനിഷ്യൽ 120 ആണ് മൾട്ടിപ്ലൈഡ് വിത്ത് 1 മൈനസ് 12 ബൈ 120, അതായത് 120 12 എടുക്കുന്നു, വീണ്ടും 12 ഒഴിക്കുന്നു, 12 എടുക്കുന്നു, 12 ഒഴിക്കുന്നു. അപ്പോൾ അങ്ങനെ എത്ര തവണയാണ്, 3 തവണ, ടോട്ടൽ 3 തവണ. റിപ്പീറ്റ് 2 more times എന്നാണ്, 2 times എന്നല്ല 2 more times. സോ ഇത് 120 1 മൈനസ് 1 ബൈ 10 വരും, അതായത് 9 മൾട്ടിപ്ലൈ 9 ബൈ 1000 വരും. സോ ഈ 0 ക്യാൻസൽ ആയി. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 into 9 81, 729 മൾട്ടിപ്ലൈഡ് വിത്ത് 12 വരും. 9 2s are 18, 5 6 15 1 15 17 1 87, അതായത് ആൻസർ വരുന്നത് 87.58. സോ ഇത് മിൽക്കിന്റെ ആണ്. സോ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ടോട്ടൽ 120 മൈനസ് 87.58 24829, that is 32.42. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത പ്രശ്നം 42 32.5 264 929 81 729 2s are 18 okay 5 2 into 2 4 5. സോ ഇവിടെ 14 ആണ്. 87 48, ഇവിടെ 48 ആണ്. സോ 48 ആയിരിക്കും, 48. സോ 87.48 അത്രയുമാണ് മിൽക്കിന്റെ 55. സോ 32.52 ലിറ്റർ ആയിരിക്കും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏരിയ ഓഫ് സ്ക്വയർ ആൻഡ് റെക്ടാംഗിൾ ആർ ഈക്വൽ. സൈഡ് ഓഫ് സ്ക്വയർ എ സെന്റിമീറ്റർ. സോ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 7 സെന്റിമീറ്റർ ഗ്രേറ്റർ ദാൻ എ. സോ എ പ്ലസ് 7 മൾട്ടിപ്ലൈഡ് വിത്ത് എ മൈനസ് 3, അതായത് രണ്ടിന്റെ ഏരിയ ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. സോ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 4a മൈനസ് 21, അതായത് എ എന്ന് പറയുന്നത് 21/4 എന്ന് കിട്ടി. നമ്മളോട് എ കണ്ടുപിടിക്കാനല്ല, പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 into l plus b ആണ്. സോ 2 into ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 21/4 പ്ലസ് 7 ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 21/4 മൈനസ് 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ വിത്ത് 28 21 49/4 മൾട്ടിപ്ലൈഡ് വിത്ത് 9/4 ആയിരിക്കും. സോറി, മൾട്ടിപ്ലൈ അല്ല, 2 മാത്രമേ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുവാണ്. 2 into l plus b ആണ്. ഓക്കെ, സോ ഇത് 4958/2 എന്ന് വരും, അതായത് 29 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സിന്റെ വാല്യൂ √5 + 2 തന്നിട്ടുണ്ട്. x⁴ - 1/x² എന്ന് പറയുന്നത് x² - 1/x² ആണ്. ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്താൽ x + 1/x into x - 1/x എന്ന് എടുക്കാം. കാരണം അതാണ് കുറച്ചുകൂടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഈസി. അല്ല പിന്നെ x² കണ്ടുപിടിക്കുന്നതിനേക്കാളും ഈസി ഇത് കണ്ടുപിടിക്കുന്നതാണ്. കാരണം x എന്ന് പറയുന്നത് √5 + 2 ആവുമ്പോൾ 1/x എന്ന് പറയുന്നത് 1/√5 + 2 ആണ്, അതായത് √5 - 2 ആയിരിക്കും. സോ x + 1/x എന്ന് പറഞ്ഞാൽ 2√5 വരും. x മൈനസ് 1/x എന്ന് പറഞ്ഞാൽ √5 ക്യാൻസൽ ആവും, 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8√5. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A sum of rupees 2304 is amount to 2500 in 2 years at a certain rate of interest compounded annually. What will be the simple interest of sum 2400 same rate for 3 years? അതായത് പ്രിൻസിപ്പിൾ തന്നിരിക്കുന്നത് 2304, എമൗണ്ട് തന്നിരിക്കുന്നത് 2500. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5 വരത്തില്ല, 2 എന്ന് എടുക്കാം, 212 52 21250 വരും. 2 5 2s are 10 14 6 വരും. ഇവിടെ ആണെങ്കിൽ 2 6. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 24ന്റെ സ്ക്വയർ ആണ്.
Amount എന്ന് പറഞ്ഞാൽ 25 ന്റെ സ്ക്വയർ ആണ്. So therefore the rate is 1 by 24 multiplied with 100. ഓക്കെ, അതിന് 50 by 12 1 by 24 അത്രയും പെർസെൻറ്റേജ് തന്നെ എടുക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2400 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ഇയേഴ്സ്, അതുപോലെ 1 by 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ എന്ന ഇക്വേഷൻ ഉണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ABC start a business by investing 2000, 2400, 1800. So A is to B is to C യുടെ ratio 20 is to 24 is to 80. അതായത് 10 is to 12 is to 9. ഒരു വർഷത്തേക്ക്. ബി ഒരു വർക്കിംഗ് പാർട്ണർ ആണ്, അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഫിറ്റിന്റെ 15% ബിക്ക് ഒരു വർക്കിംഗ് അലവൻസ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ള പ്രോഫിറ്റ് മാത്രമേ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മണി റിസീവ് ചെയ്ത് ബൈ സി എന്ന് പറയുന്നത് 14,535 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. അതായത് ടോട്ടൽ പ്രോഫിറ്റിന്റെ 85% പിന്നെ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. 15% ഓൾറെഡി ബി കൊണ്ടുപോയി. അപ്പോൾ ബാക്കി എക്ക് സിക്ക് കിട്ടുന്ന ബാക്കിയുള്ള 85% ഭാഗമാണ്. സോ ഇതിന്റെ എത്ര ഭാഗമായിരിക്കും സിക്ക് കിട്ടുന്നത്? 9 by 22 31. ഇതെന്ന് പറയുന്നതാണ് 14,530. സോ ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇത് 9 ഒഴിച്ച് നോക്കിയാൽ 9 1 9 5 5 9 45 9 7 സോറി 9 വേണ്ട, 9 വേണ്ട. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്? 9. ഇവിടെ എത്ര വരുന്നത്? 14535. 5 വെച്ച് ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. 5 17 വരും. 5 2 9 7 വരും. സോ ഇത് 2907 ഡിവൈഡഡ് ബൈ 70 117 21, അതായത് 171 കിട്ടും. 171 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3100 മൾട്ടിപ്ലൈഡ് വിത്ത് 19 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 00985. 58,900 റുപ്പീസ് ആയിരിക്കും അതിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിലുള്ള പ്രോഫിറ്റ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 50% ഓൾറെഡി ബി അഡീഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട് വർക്കിംഗ് അലവൻസ് ആയിട്ട്, ഒരു വർക്കിംഗ് പാർട്ണർ ആയതുകൊണ്ട്. ബാക്കിയുള്ള പെർസെൻറ്റേജ് നമ്മൾ എല്ലാവർക്കും റേഷ്യോ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെ തന്നെ നമ്മൾ ആൻസർ എടുക്കണം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് x raised to 11 x raised to 15 by x raised to 4 ആണ്. അതായത് a raised to m മൾട്ടിപ്ലൈഡ് വിത്ത് a raised to n എന്ന് പറയുന്നത് a raised to m plus n ആണ്. a raised to m by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് x raised to 15 minus 4 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. that is 6 raised to 11. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഓർത്തിരിക്കണം. a raised to m ഉം a raised to m by a raised to n ഉം അതുപോലെ a raised to m മൾട്ടിപ്ലൈഡ് വിത്ത് a raised to n. a raised to m ഹോൾ raised to a ആണ്, 9 എന്ന് വായിക്കല്ലേ, സോറി a ആണ്. a raised to m ഹോൾ raised to n എന്ന് പറയുന്നത് a raised to mn ആണ്. അതുകൂടെ ഓർത്തിരിക്കും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ ഐസോസിസ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബി ഈക്വൽ ടു ബി സി, എ ബി ഈക്വൽ ടു ബി സി. ഓക്കെ, ഡി ഇസ് എ പോയിന്റ് വിച്ച് ഡിവൈഡ്സ്, അതായത് എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏത് പോയിന്റ് ആണ്? ഡി എന്ന് പറഞ്ഞ പോയിന്റ്. സോ ബി ഡി നമുക്ക് തന്നിട്ടുണ്ട്, ലെങ്ത് 2√55 ആണ്. എ സി തന്നിട്ടുണ്ട് 12, അപ്പോൾ ഇതും 6, ഇത് 6, കാരണം അത് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ എ ഡി എന്ന് പറയുന്ന ലെങ്ത്. സോ വരച്ച പെരിമീറ്റർ ട്രയാങ്കിൾ എ ബി സി. സോ എ ബി എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി, √2√55 ദ ഹോൾ സ്ക്വയർ പ്ലസ് 36 സ്ക്വയർ എടുക്കുവാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, കാരണം അതെന്താ മീഡിയൻ ആണ് കട്ട് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ √4 into 55 into 4 220 plus 36, that is √256, that is equal to 14 അല്ല 15 16.
therefore perimeter രണ്ട് ലെങ്ത് ഈക്വൽ ആണ്. സോ എത്ര വരും? 32 പ്ലസ് 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 44 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the volume of the cube whose length of diagonal is root 48. So length of diagonal of a cube എന്ന് പറയുന്നത് a root 3 ആണ്. സോ തന്നിരിക്കുന്നു a root 3 എന്ന് പറയുന്നത് root 48 ആണ്. സോ ഇതിനെ നമുക്ക് വീണ്ടും എഴുതാം 4 root 3 എന്ന് എഴുതാം. സോ അതായത് a ഈക്വൽ ടു എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. therefore വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? a ക്യൂബ്, അതായത് 64 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും, സോറി ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ ഒരു ഒലീവ് ബോർഡിൽ കണ്ടക്ട് ചെയ്ത 25 മാത്സ് ക്വസ്റ്റ്യൻസും. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.